ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചലനവും ബലവും ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷനാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ ഡേ 22. അപ്പം നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് നെഗറ്റീവ് ത്വരണത്തെ മന്ദീകരണം എന്ന് പറയുന്നു. അത് ആ പോയിന്റ് വെച്ചാണ് നിർത്തിയത്. നെഗറ്റീവ് ത്വരണത്തെ മന്ദീകരണം എന്ന് പറയുന്നു. ഇനി കുറച്ച് ഫോർമുലാസ് നോക്കാം. വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗം ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ത്വരണം ഈക്വൽ ടു പ്രവേഗമാറ്റം ബൈ സമയം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണം ഈക്വൽ ടു പ്രവേഗമാറ്റം ബൈ സമയം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്ന എന്തിനേയും ബലം എന്ന് പറയുന്നു. ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുന്ന എന്തിനേയും ബലം എന്ന് പറയുന്നു. ബലം കണ്ടുപിടിക്കാനുള്ള സമവാക്യം F ഈക്വൽ ടു ma. ബലം കണ്ടുപിടിക്കാനുള്ള സമവാക്യം ഫോഴ്സ് ഈക്വൽ ടു ma മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ബലത്തിൻ്റെ SI യൂണിറ്റാണ് ന്യൂട്ടൺ. ബലത്തിൻ്റെ SI യൂണിറ്റാണ് ന്യൂട്ടൺ. ബലത്തിൻ്റെ CGS യൂണിറ്റാണ് ഡൈൻ. ബലത്തിൻ്റെ CGS യൂണിറ്റാണ് ഡൈൻ. 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ. 1 ന്യൂട്ടൺ ഈക്വൽ ടു 10⁵ ഡൈൻ. വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ് ഘർഷണബലം, വിസ്കസ് ബലം, പ്രതലബലം. സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ് ഘർഷണബലം, വിസ്കസ് ബലം, പ്രതലബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. ഉദാഹരണം ഭൂഗുരുത്വാകർഷണ ബലം, ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം. ഉദാഹരണം ഭൂഗുരുത്വാകർഷണ ബലം, ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം. ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഘർഷണബലം. ചലിക്കുന്ന വസ്തുവിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലം ഘർഷണബലം. ഒരു വസ്തുവിൻ്റെ മുകളിലൂടെ മറ്റൊരു വസ്തു തെന്നി നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണബലം. ഒരു വസ്തുവിൻ്റെ മുകളിലൂടെ മറ്റൊരു വസ്തു തെന്നി നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണബലം. സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ് ഘർഷണബലം. സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ് ഘർഷണബലം. മിനുസമുള്ള തറയിൽ വെള്ളമുണ്ടെങ്കിൽ തെന്നി വീഴാൻ കാരണം ഘർഷണബലം കുറവായതുകൊണ്ടാണ്. മിനുസമുള്ള തറയിൽ വെള്ളമുണ്ടെങ്കിൽ തെന്നി വീഴാൻ കാരണം ഘർഷണബലം കുറവായതുകൊണ്ടാണ്. ഘർഷണം കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെ സ്നേഹകങ്ങൾ, ലൂബ്രിക്കൻസ് എന്നറിയപ്പെടുന്നു. ഉദാഹരണം വെളിച്ചെണ്ണ, ഗ്രീസ്. ഘർഷണം കുറയ്ക്കാനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെ സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് എന്നറിയപ്പെടുന്നു. ഉദാഹരണം വെളിച്ചെണ്ണ, ഗ്രീസ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനു കാരണം ചലനജഡത്വം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഓഫാക്കിയാലും അല്പസമയം കൂടി കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനു കാരണം ചലനജഡത്വം. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ന്യൂട്ടൻ ആണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ന്യൂട്ടൻ ആണ്.
ചലനത്തെക്കുറിച്ചുള്ള 3 നിയമങ്ങൾ ആദ്യമായി ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണ്. ചലനത്തെക്കുറിച്ചുള്ള 3 നിയമങ്ങൾ ആദ്യമായി ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണ്. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ജഡത്വത്തെ ഇനേർഷ്യ കുറിച്ചാണ് പറയുന്നത്. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ജഡത്വത്തെ ഇനേർഷ്യ കുറിച്ചാണ് പറയുന്നത്. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം ഇനേർഷ്യ. ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖാ സമചലനത്തിനോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ജഡത്വം ഇനേർഷ്യ. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു വസ്തുവിൻ്റെ ജഡത്വം അതിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നു. വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുമ്പോൾ ബസ്സിനകത്തുള്ളവർ മുന്നോട്ട് പോകുന്നതിന് കാരണം ജഡത്വമാണ്. വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുമ്പോൾ ബസ്സിനകത്തുള്ളവർ മുന്നോട്ട് പോകുന്നതിന് കാരണം ജഡത്വമാണ്. ഒരറ്റം കത്തിച്ച വാണം എതിർ ദിശയിലേക്ക് പായുന്നു. ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്നത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ചാണ്. ഒരറ്റം കത്തിച്ച വാണം എതിർദിശയിലേക്ക് പായുന്നു. ഈ ചലനത്തെ വ്യാഖ്യാനിക്കുന്നത് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ചാണ്. ഏത് പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. ഏത് പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം. റോക്കറ്റിൻ്റെ ചലനം, തോക്കിൽ നിന്നും വെടി പൊട്ടുമ്പോൾ തോക്ക് അല്പം പുറകോട്ട് ചലിക്കുന്നത് എന്നിവ വിശദീകരിക്കുന്നത് മൂന്നാം ചലന നിയമപ്രകാരമാണ്. റോക്കറ്റിൻ്റെ ചലനം, തോക്കിൽ നിന്നും വെടി പൊട്ടുമ്പോൾ തോക്ക് അല്പം പുറകോട്ട് ചലിക്കുന്നത് എന്നിവ വിശദീകരിക്കുന്നത് മൂന്നാം ചലന നിയമപ്രകാരമാണ്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബലം ഗുരുത്വാകർഷണ ബലം. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബലം ഗുരുത്വാകർഷണ ബലം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ആക്കം അല്ലെങ്കിൽ മൊമെൻ്റം. ചലിക്കുന്ന വസ്തുവിൻ്റെ സവിശേഷ ഗുണമാണ് ആക്കം. ഇത് അളക്കുന്നത് വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണഫലമായിട്ടാണ്. ചലിക്കുന്ന വസ്തുവിൻ്റെ സവിശേഷ ഗുണമാണ് ആക്കം. ഇത് അളക്കുന്നത് വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമായിട്ടാണ്. ആക്കം ഈക്വൽ ടു മാസ് ഇൻറ്റു പ്രവേഗം. P ഈക്വൽ ടു m ഇൻറ്റു v. ആക്കം ഈക്വൽ ടു മാസ് ഇൻറ്റു പ്രവേഗം. P ഈക്വൽ ടു m ഇൻറ്റു v. ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ആക്കത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പരാകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലം വസ്തുക്കളുടെ മാസിനെയും വസ്തുക്കൾ തമ്മിലുള്ള അകലത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഭൂഗുരുത്വാകർഷണ ബലം വസ്തുക്കളുടെ മാസിനെയും വസ്തുക്കൾ തമ്മിലുള്ള അകലത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണ്. ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണ്. ഒന്നുകൂടെ പറയാം. ഇവരെ ബന്ധിപ്പിച്ചുകൊണ്ട് സാർവിക ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൻ ആണ്. സാർവിക ഗുരുത്വാകർഷണ നിയമം പ്രകാരം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബലം F ഈക്വൽ ടു G(mm)/d². സാർവിക ഗുരുത്വാകർഷണ നിയമപ്രകാരം രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബലം F ഈക്വൽ ടു G(mm)/d². G ഈക്വൽ ടു ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. F ഈക്വൽ ടു G(mm)/d². G ഈക്വൽ ടു ഗുരുത്വാകർഷണ സ്ഥിരാങ്കം. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ മൂല്യം 6.67 × 10⁻⁻11 Nm²/kg². ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ മൂല്യം 6.67 × 10⁻⁻11 Nm²/kg². G മൂല്യം ആദ്യമായി കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ത്വരണത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ഇതിനെ ഭൂഗുരുത്വാകർഷണ
ഭൂഗുരുത്വ ത്വരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നു. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ഇതിനെ ഭൂഗുരുത്വ ത്വരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നു. ഭൂഗുരുത്വ ത്വരണത്തെ ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഭൂഗുരുത്വ ത്വരണത്തെ ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം തുല്യമായിരിക്കും. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം തുല്യമായിരിക്കും. ഭൂപ്രതലത്തിൽ ജിയുടെ മൂല്യം 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. ഭൂപ്രതലത്തിൽ ജിയുടെ മൂല്യം 9.8 മീറ്റർ/സെക്കൻഡ് ആണ്. ചന്ദ്രനിലെ ജിയുടെ ശരാശരി മൂല്യം 1.6 മീറ്റർ/സെക്കൻഡ് ആണ്. ചന്ദ്രനിലെ ജിയുടെ ശരാശരി മൂല്യം 1.62 മീറ്റർ/സെക്കൻഡ് ആണ്. ഇത് ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ 1/6 ആണ്. ഇത് ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ 1/6 ആണ്. ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂഗുരുത്വാകർഷണ ത്വരണത്തെയും വസ്തുവിൻ്റെ മാസിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു വസ്തുവിൻ്റെ ഭാരം ഭൂഗുരുത്വാകർഷണ ത്വരണത്തെയും വസ്തുവിൻ്റെ മാസിനെയും ആശ്രയിച്ചിരിക്കുന്നു. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ ചലനം. ഒരു ഘൂർണന ചലനത്തിന് ഉദാഹരണം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ ചലനം. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം പ്ലവക്ഷമബലം. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം പ്ലവക്ഷമബലം. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാൻ ഉള്ള കാരണം പ്ലവക്ഷമബലം. ഓക്കെ, അടുത്ത ടോപ്പിക്ക് ചെറിയ ടോപ്പിക്കാണ്, അതും കൂടെ നോക്കാം. മാസ്, ഭാരം, സാന്ദ്രത. ടോപ്പിക്കാണ് മാസ്, ഭാരം, സാന്ദ്രത. നമുക്ക് നോക്കാം. ഏത് അളക്കുന്നതിനാണ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത്? ഭാരം. ഏത് അളക്കുന്നതിനാണ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത്? ഭാരം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ മാസ് പിണ്ഡം എന്ന് വിളിക്കുന്നു. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെ മാസ് പിണ്ഡം എന്ന് വിളിക്കുന്നു. മാസിൻ്റെ SI യൂണിറ്റാണ് കിലോഗ്രാം. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ്. മാസ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് കോമൺ ബാലൻസ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഭാരം. ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് ആണ്. ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം വെയിറ്റ് ആണ്. ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. ഒരു വസ്തുവിന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. ഭാരം കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ പ്രദേശത്താണ്. ഭാരം കുറവ് അനുഭവപ്പെടുന്നത് ഭൂമധ്യരേഖ പ്രദേശത്താണ്. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. യൂണിറ്റ് വ്യാപ്തിയിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവ് സാന്ദ്രത. യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവ് സാന്ദ്രത. യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവാണ് സാന്ദ്രത, ഡെൻസിറ്റി. യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവാണ് സാന്ദ്രത, ഡെൻസിറ്റി. സാന്ദ്രത ഈക്വൽ ടു മാസ് ബൈ വ്യാപ്തം. സാന്ദ്രത ഈക്വൽ ടു മാസ് ബൈ വ്യാപ്തം. സാന്ദ്രതയുടെ യൂണിറ്റാണ് kg/m³ ഓർ g/cm³. സാന്ദ്രതയുടെ യൂണിറ്റാണ് kg/m³ ഓർ g/cm³. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. ഒന്നുകൂടെ പറയാം. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. സാന്ദ്രത ഏറ്റവും കൂടിയ ദ്രാവകമാണ് മെർക്കുറി. സാന്ദ്രത ഏറ്റവും കൂടിയ ദ്രാവകമാണ് മെർക്കുറി. ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ പരമാവധി സാന്ദ്രത 1000 kg/m³ ആണ്. ജലത്തിൻ്റെ പരമാവധി സാന്ദ്രത 1000 kg/m³ ആണ്. ജലത്തേക്കാളും സാന്ദ്രത കൂടിയ വസ്തുക്കൾ ജലത്തിൽ താഴ്ന്നു പോകുകയും
സാന്ദ്രത കുറഞ്ഞവ ജലത്തിൽ പൊങ്ങി കിടക്കുകയും ചെയ്യുന്നു. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ വസ്തുക്കൾ ജലത്തിൽ താഴ്ന്നു പോകുകയും സാന്ദ്രത കുറഞ്ഞവ ജലത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം അതിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കാരണം അതിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഐസ് ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. ഐസ് ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. ആർദ്രത ഹ്യൂമിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. ആർദ്രത അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത. അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത. ഒന്നുകൂടെ പറയാം. ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. ആർദ്രത ഹ്യൂമിഡിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. അന്തരീക്ഷത്തിലെ ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത. സോ ഇതോടെ ഈ ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം.